ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ റംസാൻ ആത്മസമർപ്പണത്തിന്റെ ഒരു മാസമാണ്. പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി എന്താണെന്ന് അറിയാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് റംസാൻ മാസം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മാസങ്ങളിൽ നിന്ന് ഏറ്റവും പുണ്യമാക്കപ്പെട്ട, ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മാസമാണ് റംസാൻ മാസം. എന്നാൽ ഈ റംസാൻ മാസത്തിലാണ് ഏറ്റവും ഒരു ആർഭാടപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക്, അതായത് ഒരു ഫെസ്റ്റിവൽ പോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രാർത്ഥനാ കാര്യങ്ങളിൽ സജീവമാകേണ്ട സമയങ്ങളിൽ അങ്ങാടികളിലെ കവലകളിൽ നടത്തപ്പെടുന്ന ഫുഡ് ഫെസ്റ്റിവലിലും മറ്റും വിശ്വാസികളായവർ തടിച്ചുകൂടി ഒരാനന്ദം കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിലൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം. ഇതാണ് മിക്ക സ്ഥലങ്ങളിലും നടത്തപ്പെടുന്നത്. അതായത് റംസാനിനെ ഒരു ഫെസ്റ്റിവൽ പോലെ, ഒരു ഫുഡ് ഫെസ്റ്റിവൽ പോലെ രാത്രികാലങ്ങളിൽ, അതായത് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് സുബഹി ബാങ്കിന്റെ വേളയിൽ വരെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ പോലെയാണ് പലവരും നോക്കിക്കാണുന്നത്. റംസാൻ 30 ദിവസങ്ങളിൽ ഇത്തരം കാഴ്ചകൾ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. മുൻകാലങ്ങളിലൊക്കെ വളരെ അപൂർവമായി കണ്ടുവരുന്ന ഈ കാഴ്ചകൾ ഇന്ന് സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഹൈന്ദവ വിശ്വാസിയായ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ഈ റംസാൻ മാസത്തിൽ എന്നാണ്. അദ്ദേഹം പറഞ്ഞതിൽ കാര്യവുമുണ്ട്. കാരണം ഇതുപോലെയുള്ള ഫുഡ് ഫെസ്റ്റിവലും മറ്റു കാഴ്ചകൾ കണ്ടത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഹൈന്ദവ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടാകാം. ഇതൊക്കെ റംസാനിന്റെ പൊലിമയെ ഇല്ലാതാക്കുന്ന രീതിയല്ലേ? ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റംസാനിന്റെ ഒരു രാത്രി കാഴ്ചകൾ ഇങ്ങനെയാണോ? മുമ്പൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിലൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണെങ്കിൽ ഇന്ന് നാട്ടിൻ പുറങ്ങളിൽ പോലും ഇത്തരം കാഴ്ചകൾ ഒരു പതിവുമായിട്ടുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.